വെൽക്കം ടു സിമ്പിൾ പി എസ് സി. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സയൻസ് 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ, അതുപോലെ തന്നെ ഭക്ഷ്യവിളകൾ എന്നിവയെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ്, ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് വെച്ചാൽ എന്താണ്? നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ എന്താണ് പറയുന്നത്? നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗം സമുദ്രമാണ് അല്ലേ? നാം വസിക്കുന്ന ഭൂമിയിൽ എന്ന് വെച്ചാൽ ഭൂമിയിൽ എത്രയാണ് പറയുന്നത്? 2/3 ഭാഗവും എന്താണ്? സമുദ്രമാണ്. 2/3 ഭാഗവും എന്താണ്? സമുദ്രമാണ് എന്നാണ് പറയുന്നത്. അപ്പം 2/3 ഭാഗം എന്താണ്? സമുദ്രമാണെന്ന് പറഞ്ഞു. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പല പേരുകളിലാണല്ലേ ഓരോ സമുദ്രങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ എന്താണ്? ഇവ പരസ്പരം കണക്റ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. സമുദ്രം ഒഴിച്ച ബാക്കിയുള്ളത് എന്താണ്? കരയാണ്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്നർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കണം. അപ്പോൾ എന്താണ് വൻകരകൾ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്നർത്ഥത്തിൽ, കരയുടെ കഷ്ണങ്ങൾ എന്നർത്ഥത്തിലാണ് ഭൂഖണ്ഡങ്ങൾ അഥവാ എന്ന് വിളിക്കുന്നത്, വൻകരകൾ എന്ന് വിളിക്കുന്നത്. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല രൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയേ, ഭൂഖണ്ഡങ്ങളും സമുദ്രം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പസഫിക് സമുദ്രം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട്? ആർട്ടിക് മഹാസമുദ്രമുണ്ട്, അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, പിന്നെന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് അല്ലേ? ഇനി എന്തൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, പസഫിക് സമുദ്രം ഉണ്ട് അല്ലേ? പസഫിക് സമുദ്രം, അന്റാർട്ടിക്ക. അപ്പോൾ എന്തൊക്കെയാണ് സമുദ്രങ്ങൾ പറയുന്നത്? പസഫിക് സമുദ്രം, അതുപോലെ തന്നെ ആർട്ടിക് സമുദ്രം, അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. പിന്നെ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അപ്പോൾ ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെ സവിശേഷതകളുള്ള വേറൊരു ഭാഗമാണെന്ന് പറയുന്നത് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ ഏത് പീഠഭൂമിയാണ്? പാമീർ അല്ലേ? പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന്, ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കു ഭാഗത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഏത് പീഠഭൂമിയാണ്? പാമീർ പീഠഭൂമിയാണ്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്? പർവ്വതങ്ങൾ, സമതലങ്ങൾ, മരുഭൂമികൾ, അതുപോലെ തന്നെ പീഠഭൂമി, തീരസമതലം, ദ്വീപുകൾ എന്നിവയൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പാമീർ പീഠഭൂമി വിശേഷിപ്പിക്കുന്നത് എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര. ടിയാൻ ഷാൻ, കാരക്കോറം, കുല്ലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനം കൂടിയാണ് പാമീർ പീഠഭൂമി. അപ്പോൾ ഏതൊക്കെ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്? ടിയാൻ ഷാൻ, കാരക്കോറം, കുല്ലൂൺ, ഹിന്ദുക്കുഷ്. ടിയാൻ ഷാൻ, കാരക്കോറം, കുല്ലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് ഓരോ ഭാഗങ്ങളിൽ പറയുന്നത് അല്ലേ? വടക്കെന്താണ്? വടക്ക് ഹിമാലയ പർവ്വതമാണ്. കിഴക്ക് എന്താണ്? അരക്കൻ പർവ്വതനിരകളാണ് കിഴക്ക് കാണപ്പെടുന്നത്. പടിഞ്ഞാറേ അതിർത്തിയിൽ കാണപ്പെടുന്നതാണ് ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ? ഇന്ത്യൻ മഹാസമുദ്രം എവിടെയാണ് വരുന്നത്? തെക്ക് ഭാഗത്തല്ലേ വരുന്നത്? സൗത്തിലല്ലേ വരുന്നത്?
അപ്പോൾ തെക്ക് ഭാഗത്താണ് എന്ത് വരുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. നമ്മൾ സമുദ്രങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ വേറൊരു ക്ലാസ്സിൽ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേരല്ലേ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം എന്ന് ചോദിച്ചാൽ എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് ഹിമാലയ പർവ്വതനിര എന്നിവയാണവ. അപ്പോൾ എന്താണ് പറയുന്നത്? പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, അതുപോലെ തന്നെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് ഹിമാലയ പർവ്വതനിര. അപ്പോൾ ഹിന്ദുക്കുഷ് പർവ്വതനിരയും അതുപോലെ തന്നെ ഹിമാലയൻ പർവ്വതനിരയുമാണ് എന്ത് പറയുന്നത്? വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശങ്ങളാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ട് വന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഗംഗാ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് അറിയാമല്ലോ. ഗംഗാ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് ഹിമാലയൻ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണ് ഉള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളിലാണ് അതിവിശാലമായ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിവിശാലമായിട്ടുള്ള സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഏതൊക്കെ നദികൾ വഹിച്ചു കൊണ്ടുവരുന്നതാണ്? ഗംഗ, ബ്രഹ്മപുത്ര അല്ലേ. ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാലാണ് ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തുമായിട്ടുള്ള സമതല പ്രദേശങ്ങളുള്ളത്. ഇനി ഉത്തരമഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. എവിടെ വരെയാണ്? കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഉത്തരമഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന എക്കൽ നിക്ഷേപിച്ചുകൊണ്ട് വരുന്ന എങ്ങനെയാണ് മഹാസമതലം രൂപം കൊണ്ടിട്ടുള്ളത്. ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഉത്തരമഹാസമതലം എന്ന് മനസ്സിലായല്ലോ. അതേലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രദേശം, നദികളാൽ ജലസമൃദ്ധം, ജനനിബിഡം എന്നിവയൊക്കെയാണ് അല്ലേ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ജനനിബിഡമാണ്, ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്, നദികളുണ്ട്, അതുപോലെ തന്നെ നിരപ്പാർന്ന ഭൂപ്രദേശമാണ്. ഉത്തരമഹാസമതലത്തിന് തെക്കുഭാഗം എന്താണ്? പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ പീഠഭൂമി നമ്മൾ പറഞ്ഞു, ഉത്തരമഹാസമതലം പറഞ്ഞില്ലേ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പീഠഭൂമിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഏറെക്കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. അപ്പോൾ എന്താണ് പേര്? ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് വിളിക്കുന്നത്. ഏതാണ് ആകൃതി പറയുന്നത്? ത്രികോണാകൃതിയാണ് അല്ലേ. ത്രികോണാകൃതിയാണ് പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം എത്രയാണ് പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെയാണ് ഉയരമുള്ളതായിട്ട് കണക്കാക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി. അപ്പോൾ താർ മരുഭൂമി എന്ന് പറയുന്നത് എവിടെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലേ, മരുഭൂമിയിൽ അധികം വെള്ളം ലഭിക്കില്ല. അപ്പോൾ അത് അവിടെ എന്തായിരിക്കും? കള്ളിമുൾ ചെടികളും അതുപോലെ തന്നെ കുറ്റിച്ചെടികളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണ് ഉള്ളത്. ഇതിന് തീരപ്രദേശം എന്താ പറയുന്നത്? അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഉത്തരമഹാസമതലം പറഞ്ഞു, ഉപദ്വീപീയ പീഠഭൂമി പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? തീരപ്രദേശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് എന്താണ്? ഭാഗമാണ്.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായിട്ടുള്ള കാലാവസ്ഥ സവിശേഷതകളാണുള്ളത്. അപ്പോൾ കാലാവസ്ഥയുണ്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. തനതായ കാലാവസ്ഥ സവിശേഷതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെടുന്നത്. എന്താണ് മൗസിം അല്ലേ? മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദിശ മാറുന്നതാണ് അല്ലേ? മൺസൂൺ കാറ്റ് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് മൺസൂൺ കാറ്റാണ്. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് എന്താണ്? ദിശ മാറുന്നവയാണ്. അപ്പോൾ ദിശ മാറുന്നത് എങ്ങനെയാണെന്നാണ് പിന്നെ പറയുന്നത്. സൂര്യൻ്റെ അയനം മൂലം. അപ്പോൾ എന്താണ് സൂര്യൻ്റെ അയനം എന്ന് അറിയണം അല്ലേ? സൂര്യൻ്റെ അയനം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം എന്ന് പറയുന്നത്. അപ്പോൾ അയനം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും 23.5 ഡിഗ്രി വടക്ക് അല്ലേ? ദക്ഷിണായന രേഖ എന്ന് വെച്ചാൽ എന്താണ്? 23.5 ഡിഗ്രി തെക്ക്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും ഇത്തരത്തിൽ സൂര്യൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടുന്നതിന് കാരണം. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും കൂടിയാണ് എന്ത് കാരണം? സൂര്യൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിനായിട്ട് കാരണം. സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ എങ്ങനെയാണ് മൺസൂൺ കാറ്റുകൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. സൂര്യൻ്റെ അയനം മൂലം നമ്മൾ പറഞ്ഞില്ലേ, സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ, സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് വരും. കരഭാഗത്തെ വായു എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ചൂട് പിടിച്ച് നമുക്കറിയാലോ മുകളിലേക്ക് വരുന്നത് അല്ലേ? ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് വരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശണം. അപ്പോൾ നമ്മൾ ചൂട് പിടിച്ച വായു എന്ന് പറയുന്നത് മുകളിലേക്ക് ഉയർന്നു അല്ലേ? മുകളിലേക്ക് ഉയർന്നു പോയപ്പോൾ സമുദ്രത്തിൽ നിന്ന് എന്ത് സംഭവിച്ചോ? സമുദ്രത്തിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് ഞാൻ എന്ത് ചെയ്യും? അത് മുകളിലേക്ക് ഉയരും. അപ്പോൾ എന്ത് സംഭവിക്കും? തണുത്ത കാറ്റെന്ന് പറയുന്നത് എവിടെ നിന്ന് വരും? ഈർപ്പം നിറഞ്ഞ കാറ്റെന്ന് പറയുന്നത് എവിടെ നിന്ന് വരും? സമുദ്രത്തിൽ നിന്ന് വരും. എന്നിട്ട് എന്ത് സംഭവിക്കും? മഴ ലഭിക്കണം. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഏത് മാസങ്ങളാണ് പറയുന്നത് ഇവിടെ? മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സൂര്യൻ്റെ ഉത്തരായന കാലത്ത് പറഞ്ഞു അല്ലേ? നമുക്ക് ദക്ഷിണായന കാലം നോക്കണ്ടേ? അപ്പോൾ ദക്ഷിണായന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഉത്തരായന സമയത്ത് എവിടെയായിരിക്കും സൂര്യൻ്റെ സ്ഥാനം? നമ്മൾ പറഞ്ഞത് കരയിലായിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പറയുകയാണ്. ദക്ഷിണായനം എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് പറയുകയാണ്. എവിടെയാണ്? ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചുയരുകയും അവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? നേരെ ആ സെയിം പ്രോസസ്സ് തന്നെ, പക്ഷെ എന്താണ്? ദിക്ക് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ സമുദ്രോപരിതലത്തിൽ വായുവാണ് ചൂട് പിടിച്ചിരുന്നത്. കാരണം എന്താണ്? സമുദ്രത്തിന് അവിടെയാണ് എന്ത് നിൽക്കുന്നത്? സൂര്യൻ നിൽക്കുന്നത്. അവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യണം. ഏത് മാസങ്ങളിലാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്കു പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരേണ്ടതിനായ മഴയുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്കു പടിഞ്ഞാറോട്ടാണ്. എവിടെ നിന്നാണ്? വടക്ക് കിഴക്ക് നിന്ന് തെക്കു പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരേണ്ടതായതിനാലാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ മഴയുടെ അളവ് കുറവായിരിക്കുന്നത്. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായി മഴയ്ക്ക് കാരണമാക്കുന്നു. എന്നാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കിഴക്കൻ തീരങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു.
ഓക്കെ, അപ്പോൾ നമ്മൾ സൂര്യനെ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത്? സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ദക്ഷിണായന കാലത്ത് പറഞ്ഞു അല്ലേ? ദക്ഷിണായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? സമുദ്രത്തിന് മുകളിലായിരിക്കും. അപ്പോൾ അടുത്ത് ചൂട് പിടിച്ചിട്ട് അത് ഉയരുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് എവിടെ നിന്നാണ് വരുന്നത്? വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റുകളാണ് അവിടെ മഴയ്ക്ക് കാരണമാകുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. അപ്പോൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയാണെങ്കിൽ തെക്ക് ഭാഗത്ത് എന്താണ്? ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. ഉഷ്ണമേഖലയിലാണെന്നുണ്ടെങ്കിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊതുവെ മിതമായിരിക്കും, കുറവായിരിക്കും അല്ലേ? എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും താപനില അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അപ്പം എന്താണ് പറയുന്നത്? ഉഷ്ണമേഖലയിലാണെന്നുണ്ടെങ്കിൽ ഈ ശൈത്യകാലമായാലും ഉഷ്ണകാലമായാലും അവരുടെ താപനില എന്ന് പറയുന്നത് എന്തായിരിക്കും? ചെറിയൊരു പൊതുവെ മിതമായിരിക്കും അല്ലേ? കുറവായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിലാണെന്നുണ്ടെങ്കിലോ അന്തരം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ അക്ഷാംശ രേഖയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അക്ഷാംശ സ്ഥാനമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അക്ഷാംശ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? അക്ഷാംശ സ്ഥാനത്തെക്കുറിച്ചിട്ട് പറഞ്ഞു, പ്രധാന അക്ഷാംശ രേഖയെ കുറിച്ചിട്ട് പറഞ്ഞു, അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം പറയുന്നുണ്ടല്ലോ. മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്താണ്? തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കതുപോലെ തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് ഉഷ്ണനിരക്ക് എങ്ങനെയാണ് കുറയുന്നത്, ഉഷ്ണനിരക്ക് കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഭൂപ്രകൃതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതെന്നാണ് പറയുന്നത്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. അവിടെ എന്താണ്? പർവ്വതങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സംഭവിക്കുകയാണ്, കാറ്റ് വരുന്നത് തടയുമല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ മഴ പെയ്യും. സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ല. സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നുവെങ്കിലും തമിഴ്നാട്ടിൽ എന്താണ്? മഴ വളരെ കുറവാണ് അല്ലേ? എന്താ കാരണം എന്ന് പറയുന്നത്? കൂറ്റൻ പർവ്വതനിരകൾ നിൽക്കുമ്പോൾ കാണാനായിട്ട് പറ്റുമോ? കാറ്റൊക്കെ ഇല്ല അല്ലേ? അത് കാരണം എന്താ? മഴ ഭയങ്കരമായിട്ട് വളരെ കുറവ് ലഭിക്കുന്നത്. മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായി ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് ഇത്തരം പ്രദേശങ്ങൾ അല്ലേ? നമുക്ക് മഴ അധികം എത്താത്ത പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നോക്കി എവിടെ പറഞ്ഞത് ഇങ്ങനെ കൂറ്റനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? ഈർപ്പം തണുത്തിട്ട് മേഘമായിട്ട് മാറിപ്പോവുകയാണ് അല്ലേ? കാറ്റിന് അഭിമുഖമായ ഭാഗപ്രദേശത്ത് മാത്രമാണ് അവിടെ മഴ ലഭിക്കുന്നത്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്നിടങ്ങളിലെ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് ഈർപ്പവാഹിയായ കാറ്റ് വീശുന്നിടങ്ങളിൽ തടസ്സങ്ങളില്ല. സമാന്തരമായിട്ട് എന്താണ്? കാറ്റ് വീശുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പം എന്ത് സംഭവിക്കും? മഴ പെയ്യിക്കാതെ തന്നെ കടന്നു പോകും. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് മരുഭൂമിയായി മാറുന്നതിനുള്ള കാരണമെന്ന് പറയുന്നതും ഇതുപോലെ തന്നെയുള്ള കാരണമാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് ഏറെ അകലം സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയാണ്. നമുക്കറിയാം അല്ലേ? സമുദ്രത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ എന്താണ്? ആർദ്ര കാലാവസ്ഥയാണെന്ന്. അകലേക്ക് പോകുമെന്നാണ് താരതമ്യേന വരണ്ട കാലാവസ്ഥയാണ്. കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാറ്റിൻ്റെ ദിശയും ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്.
ഇനി ഭക്ഷണ രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ? കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ? അല്ല അല്ലേ. ഓരോ പ്രദേശത്തും അതിൻ്റേതായിട്ടുള്ള കാലാവസ്ഥയും അതുപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഭക്ഷ്യവിളകളും ഡ്രസ്സുകളും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, മിതമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ എന്ന് പറയുന്നത് അല്ലേ. ഉയർന്ന മഴ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലും, അധികം മഴ ലഭിക്കാത്തടത്ത് എന്താണ് ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകൾ. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണെങ്കിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോരുന്നു. ഇനി ഏതൊക്കെയാണ് വിള എന്ന് പറയുന്നത്? വിത്ത് വിതയ്ക്കുന്ന മാസങ്ങളും വിളവെടുക്കുന്ന മാസങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്കറിയാലോ, ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്ന 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളാണ് നമുക്കുള്ളതെന്ന്. അപ്പോൾ നെല്ലിനാണെന്നുണ്ടെങ്കിൽ ധാരാളം ജലം ആവശ്യമാണ്. നെല്ലിന് എന്താണ് ആവശ്യം? നെല്ലിന് ധാരാളം ജലം ആവശ്യമാണ്. വിത്ത് വിതയ്ക്കുന്ന മാസമാണ് ജൂൺ. വിളവെടുക്കുന്ന മാസം എന്താണ്? സെപ്റ്റംബറാണ്. ഇനി ഗോതമ്പ് മിതമായ അളവിൽ ജലം ആവശ്യമാണ്. ഒക്ടോബറിലാണ് വിത്ത് വിതയ്ക്കുന്നത്. വിളവെടുക്കുന്നത് മാർച്ചിലാണ്. ഇനി തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ വിരളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. ഏപ്രിലാണ് വിത്ത് വിതയ്ക്കുന്നതെങ്കിലും വിളവെടുക്കുന്നത് എന്നാണ്? ജൂണിലാണ്. വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? കാർഷിക കാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ കാലങ്ങളെയാണ് കാർഷിക കാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഖാരിഫ്, റാബി, സെയ്ദ് അല്ലേ. ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്ന 3 കാർഷിക കാലങ്ങളാണ് നമുക്കുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പോൾ എന്നാണ് പറയുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് എന്ത് കൃഷിയാണ് ചെയ്യുന്നത്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഖാരിഫ് കാലത്ത് പറഞ്ഞു. ഇനി നമുക്ക് റാബി കാലത്ത് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് നോക്കാം. റാബി കാലം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെയാണ് ആരംഭിക്കുന്നത്. റാബി കാലം എന്ന് പറയുന്നത് എന്താണ്? ശൈത്യകാല വിളയാണ് അല്ലേ. അപ്പോൾ റാബി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി? ശൈത്യകാല വിളകളാണ് അവിടെ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ് മിതമായിട്ട് ജലം ആവശ്യം മാത്രമുള്ളത്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷികകാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. മനസ്സിലായില്ല. അപ്പോൾ 3 വിളകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. 3 കാർഷിക കാലങ്ങളുണ്ട്. ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലുള്ളതാണ് റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വേനൽക്കാല വിളയായ സെയ്ദിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഭക്ഷ്യവിളകളും നാണ്യവിളകളൊക്കെ ഉണ്ട് അല്ലേ. ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ, നാരുവിളകൾ എന്നിവയൊക്കെയുണ്ട്. ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ എന്താണ്? ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യണം. അപ്പോൾ ഭക്ഷ്യവിളകൾ എന്നാണ് ധാന്യങ്ങൾ എന്നും. ഭക്ഷ്യവിള എന്ന് വെച്ചാൽ എന്തൊക്കെ വരും? ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും വരും. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നെല്ല്, ഗോതമ്പാണ്. പരുക്കൻ ധാന്യങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയൊക്കെയാണ് പരുക്കൻ ധാന്യങ്ങൾ എന്ന് പറയുന്നത്. പയറുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പയർ, തുവര എന്നിവയൊക്കെയാണ്
പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭക്ഷ്യവിളകൾ എന്ന് മനസ്സിലായല്ലോ. ഈ നാണ്യവിളകൾ എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ. വാണിജ്യാടിസ്ഥാനത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. ഇനി എന്താണ് നാരുവിളകൾ എന്ന് പറയുന്നത്? പരുത്തിയും ചണവും ഉണ്ടാകും. ഇന്ത്യയിലെ പ്രധാന നാരുവിളകളാണ് പരുത്തിയും ചണവും. തുണിത്തരങ്ങൾ, ബാഗ്, ചാക്ക് തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്ന ആവശ്യമായ നാരുകൾ നമുക്ക് ലഭിക്കുന്നത് നാരുവിളകളാണ്. ഇനി എന്താണ് എണ്ണക്കുരുക്കൾ? എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത് ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടാണ് എണ്ണക്കുരുക്കൾ എന്തിനാണ് കൃഷി ചെയ്യുന്നത്? ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും എന്താണ്? തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷി രീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വിവിധ കാർഷിക രീതികളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവണമെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.